കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്നുള്ളതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. രൂത്തിൻ്റെ വീണ്ടെടുപ്പും നവോമിയുടെ ഉയർച്ചയും എന്നുള്ളതാണ് ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്നത്. 3 അധ്യായങ്ങൾ നിങ്ങൾക്ക് നല്ലതായി ഫോളോ ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഭംഗിയായി പഠിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഈ അധ്യായത്തിൻ്റെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. രൂത്തിൻ്റെ പുസ്തകത്തിൽ ഏറ്റവും അവസാനത്തെ അധ്യായമാകുന്നല്ലോ. 4 അധ്യായങ്ങളാണല്ലോ രൂത്തിൻ്റെ പുസ്തകത്തിലുള്ള. ആ 4 അധ്യായങ്ങളിലെ അവസാനത്തെ അധ്യായം. ഇതിലും 20 ചോദ്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1-ാമത്തെ ചോദ്യം: പട്ടണവാതിക്കൽ മൂപ്പന്മാർ കൂടുന്ന പതിവ് യഹൂദന്മാർക്കിടയിലുള്ളത് എന്തിനു വേണ്ടി? വ്യവഹാരം നടത്തുന്നതിന്, വസ്തു വിൽക്കുന്നതിനും. 2 കാര്യങ്ങൾക്ക്: വ്യവഹാരം നടത്തുന്നതിനും വസ്തു വിൽക്കുന്നതിനുമാണ് പട്ടണവാതിക്കൽ മൂപ്പന്മാർ കൂടുന്ന പതിവ് യഹൂദന്മാർക്കിടയിൽ ഉള്ളത്. 2-ാമത്തെ ചോദ്യം: മഹ്ലോന്റെ ചാർച്ചക്കാരനോട് ബോവാസ് ആവശ്യപ്പെടുന്നത് എന്ത്? മഹ്ലോന്റെ ചാർച്ചക്കാരനോട് ബോവാസ് ആവശ്യപ്പെടുന്നത് എന്ത്? എലീമേലെക്കിൻ്റെ വയൽ വാങ്ങുന്ന നാളിൽ രൂത്തിനെയും വീണ്ടെടുക്കുവാൻ. എലീമേലെക്കിൻ്റെ വയൽ വാങ്ങുന്ന നാളിൽ രൂത്തിനെയും വീണ്ടെടുക്കുവാൻ. 3-ാമത്തെ ചോദ്യം: ചാർച്ചക്കാരനായ വീണ്ടെടുപ്പുകാരന് എന്ത് വീണ്ടെടുക്കുവാൻ അനുവാദമുണ്ട്? ഉത്തരം: വസ്തു. 4-ാമത്തെ ചോദ്യം: എലീമേലെക്കിൻ്റെ വസ്തു വീണ്ടെടുക്കുവാനുള്ള അവകാശം മഹ്ലോന്റെ ചാർച്ചക്കാരൻ ബോവാസിന് വിട്ടുകൊടുത്തതിൻ്റെ കാരണം. എലീമേലെക്കിൻ്റെ വസ്തു വീണ്ടെടുക്കുവാനുള്ള അവകാശം മഹ്ലോന്റെ ചാർച്ചക്കാരൻ ബോവാസിന് വിട്ടുകൊടുത്തതിൻ്റെ കാരണം 3 കാര്യങ്ങളാണ്. 1, നിലം വീണ്ടെടുത്താൽ അതിൻ്റെ വില നവോമിക്ക് നൽകണം. 2-ാമത്, രൂത്തിന് പുത്രനുണ്ടായാൽ വസ്തുവിൻ്റെ അവകാശം അവന് ലഭിക്കും. 3-ാമത്, ആ നഷ്ടസാധ്യത കണക്കിലെടുത്ത് വസ്തു വീണ്ടെടുക്കുവാനുള്ള അവകാശം ബോവാസിന് വിട്ടുകൊടുത്തു. അപ്പം 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. നിലം വീണ്ടെടുത്താൽ അതിൻ്റെ വില നവോമിക്ക് കൊടുക്കണം. അതുപോലെ തന്നെ രൂത്തിന് പുത്രനുണ്ടായാൽ വസ്തുവിൻ്റെ അവകാശം അവന് ലഭിക്കും. അതുകൊണ്ട് ഈ നഷ്ടസാധ്യത കണക്കിലെടുത്ത് വസ്തു വീണ്ടെടുക്കാനുള്ള അവകാശം ബോവാസിന് എലീമേലെക്കിൻ്റെ ചാർച്ചക്കാരൻ വിട്ടുകൊടുക്കുകയാണ്. 5-ാമത്തെ ചോദ്യം: ഇസ്രായേലിൻ്റെ ഉടമ്പടി ഉറപ്പിക്കുന്നതിന് നിലവിലുള്ള രീതി എന്ത് എന്നുള്ളതാണ്. ചെരുപ്പ് ഊരി നൽകുക. 6-ാമത്തെ ചോദ്യം: മഹ്ലോന്റെ ചാർച്ചക്കാരൻ ബോവാസിന് ചെരുപ്പൂരി നൽകി ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് എന്തിൻ്റെ ദൃശ്യമാണ്? യഹൂദ ന്യായപ്രമാണത്തിൽ നിന്ന് ക്രിസ്തു ഒരുക്കിയ രക്ഷയിലേക്കുള്ള മാറ്റത്തിൻ്റെ നിയോഗം. നല്ലൊരു ചോദ്യമാണ്. യഹൂദ ന്യായപ്രമാണത്തിൽ നിന്ന് ക്രിസ്തു ഒരുക്കിയ രക്ഷയിലേക്കുള്ള മാറ്റത്തിൻ്റെ നിയോഗമാണ് മഹ്ലോന്റെ ചാർച്ചക്കാരൻ ബോവാസിന് ചെരുപ്പൂരി നൽകി ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിൻ്റെ ദൃശ്യം എന്ന് പറയുന്നത്. 7-ാമത്തെ ചോദ്യം: മൂപ്പന്മാർ രൂത്തിന്, ചോദ്യത്തിൽ ഒരു അക്ഷര മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, രൂത്തിന് നൽകുന്ന അനുഗ്രഹ ആശംസകൾ എന്ത്? റാഹേലിനെയും ലേയെയും പോലെ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാകട്ടെ. റാഹേലിനെയും ലേയെയും പോലെ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാകട്ടെ. യഹൂദ സമൂഹം അനുവദിച്ചിരുന്നത് എന്ത്? ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ചു വരുന്ന അന്യജാതികളിലെ സ്ത്രീകളെ സ്വീകരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ചു വരുന്ന അന്യജാതികളെ സ്ത്രീകളെ സ്വീകരിക്കുന്നതാണ് യഹൂദ സമൂഹം അനുവദിച്ചിരുന്നത് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 9-ാമത്തെ ചോദ്യം: രൂത്തിൻ്റെ ഏത് സ്വഭാവ വൈശിഷ്ട്യം ബേത്ലഹേമിൽ എല്ലാവരും അംഗീകരിക്കാൻ കാരണമായി? 2 പോയിന്റുകളാണ് അതിലുള്ളത്. രൂത്ത് ഒരു അന്യജാതിക്കാരിയായിരുന്നെങ്കിലും നവോമിയോടുള്ള അവളുടെ വിട്ടുമാറാത്ത സ്നേഹം. 2-ാമത്തത്, നവോമിയുടെ ദൈവത്തോടുള്ള അവളുടെ ആശ്രയവും മനസ്സിലാക്കി എല്ലാവരും അവളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. 1-ാമത്തെ പോയിന്റ്, രൂത്ത് ഒരു അന്യജാതിക്കാരിയായിരുന്നെങ്കിലും നവോമിയോടുള്ള അവളുടെ വിട്ടുമാറാത്ത സ്നേഹം. 2-ാമത്തത്, നവോമിയുടെ ദൈവത്തോടുള്ള അവളുടെ ആശ്രയവും മനസ്സിലാക്കി എല്ലാവരും അവളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. വീണ്ടും 10-ാമത്തെ ചോദ്യം: ആരുടെയെല്ലാം അംഗീകാരം ലഭിച്ച ബോവാസ് രൂത്തിനെ വീണ്ടെടുത്ത് തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു? മൂപ്പന്മാരുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും അംഗീകാരം ലഭിച്ച ബോവാസ് രൂത്തിനെ വീണ്ടെടുത്ത് തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. എങ്ങനെയാണ് തലമുറകളിലൂടെ കർത്താവിൽ എത്തുവാൻ നവോമിക്കും രൂത്തിനും ബോവാസിനും സാധ്യമായത്? രൂത്തിനും ബോവാസിനും ദൈവം ഒരു മകനെ നൽകി.
അവൻ കർത്താവിൻ്റെ വംശാവലിയിൽ സ്ഥാനം ലഭിച്ച ഓബേദ് മകൻ ഇശായും, ഇശായുടെ മകൻ ദാവീദും. അങ്ങനെയാണ് നവോമിക്കും രൂത്തിനും ബോവാസിനും തലമുറകളിലൂടെ കർത്താവിൻ്റെ വംശാവലിയിൽ എത്തുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത്. വീണ്ടും അടുത്ത ചോദ്യം, ദൈവജനനി ഭാഗ്യവതി എന്ന് നേരിട്ട് വിളിക്കുന്നത് ആരെ? ദൈവജനം ഭാഗ്യവതി എന്ന് നേരിട്ട് വിളിക്കുന്നത് ആരെ? നവോമിയെ. 12ാമത്തെ ചോദ്യം, നവോമിയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നതിലൂടെ പ്രകടമാകുന്നത് എന്ത്? കർത്താവിൻ്റെ വംശാവലിയിൽ ഇടം തേടുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞിനെ നവോമിക്ക് ലഭിച്ചതിലുള്ള സന്തോഷമാണ്. കർത്താവിൻ്റെ വംശാവലിയിൽ ഇടം നേടുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞിനെ നവോമിക്ക് ലഭിച്ചതിലുള്ള സന്തോഷമാണ് നവോമിയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നതിലൂടെ പ്രകടമാകുന്നത്. ഇനി നവോമിയുടെ ഭാഗ്യമായി പ്രകടമാകുന്നത് എന്ത്? നവോമിയുടെ ഭാഗ്യമായി പ്രകടമാകുന്നത് എന്ത്? നല്ല ചോദ്യമാണ്. 7 പുത്രന്മാരെക്കാൾ ഉത്തമ ആയിരിക്കുന്ന മരുമകളെ കിട്ടിയതിലുള്ള നവോമിയുടെ ഭാഗ്യം. 7 പുത്രന്മാരെക്കാൾ ഉത്തമ ആയിരിക്കുന്ന മരുമകളെ കിട്ടിയതിലുള്ള നവോമിയുടെ ഭാഗ്യം. രൂത്തിനെ ഉപമിച്ചിരിക്കുന്നത് എന്തിനോട്? 7 പുത്രന്മാരെക്കാൾ ഉത്തമയായിരിക്കുന്ന മരുമകൾ. അപൂർണതയുടെ സംഖ്യ 6, പൂർണ്ണതയുടെ സംഖ്യ 7. രൂത്തിൽ വിവരിച്ചിരിക്കുന്ന വംശാവലി എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? രൂത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ വിവരിച്ചിരിക്കുന്ന വംശാവലി എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? ഫേരസിൽ തുടങ്ങി ദാവീദിൽ അവസാനിക്കുന്ന വംശാവലി. ഫേരസിൽ തുടങ്ങി ദാവീദിൽ അവസാനിക്കുന്ന വംശാവലി. 18ാമത്തെ ചോദ്യം, എന്തിൽ പരം അനുഗ്രഹവും ഭാഗ്യവുമാണ് രൂത്തിനും നവോമിക്കും ആവശ്യമില്ലാത്തത്? എന്തിൽ പരം അനുഗ്രഹവും ഭാഗ്യവുമാണ് രൂത്തിനും നവോമിക്കും ആവശ്യമില്ലാത്തത്? ഭേരസിൽ തുടങ്ങി ദാവീദിൽ അവസാനിപ്പിക്കുന്ന വംശാവലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ബോവാസ്, ഓബേദ്, ദാവീദ് ഇങ്ങനെ കർത്താവിലെത്തുന്ന ശൃംഖലയും ഉണ്ട്. ഇതിനേക്കാൾ പരമായിട്ടുള്ള ഒരു അനുഗ്രഹവും ഭാഗ്യവും രൂത്തിനും നവോമിക്കും ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് ഭേരസിൽ തുടങ്ങി ദാവീദിൽ അവസാനിക്കുന്നൊരു വംശാവലി ഉണ്ട്. അതിനേക്കാൾ ഉപരി അതിൽ ബോവാസും ഓബേദും ദാവീദും കർത്താവിൽ എത്തുന്ന ശൃംഖലയുമുണ്ട്. ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു അനുഗ്രഹവും ഭാഗ്യവും രൂത്തിനും നവോമിക്കും ആവശ്യമില്ലാത്തത്. 19ാമത്തെ ചോദ്യം, രൂത്തിൻ്റെ വീണ്ടെടുപ്പ് സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് എന്തല്ല? ഇത് നല്ല ഒരു ചോദ്യമാണ്. രൂത്തിൻ്റെ വീണ്ടെടുപ്പ് സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് എന്തല്ല? പ്രതികൂല സാഹചര്യങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ സാധ്യമാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ സാധ്യമാണ്. 2ാമത്, കഷ്ടതയും ബുദ്ധിമുട്ടുകളും ഏറി വന്നാലും സത്തമന്മാരെ ദൈവകൃപ അനുഗ്രഹീതരാക്കും. കഷ്ടതയും ബുദ്ധിമുട്ടുകളും ഏറി വന്നാലും സത്തമന്മാരെ ദൈവകൃപ അനുഗ്രഹീതരാക്കും. 20ാമത്തെ ചോദ്യം, അമ്മായിയമ്മയും മരുമകളായ 2 സ്ത്രീകളുടെ നിഷ്കളങ്കമായ സ്നേഹം തലമുറകളുടെ ശൃംഖലയുടെ ഭാഗമായി മാറുന്നത് എങ്ങനെ? നല്ല ഒരു ചോദ്യമാണ്. അമ്മായിയമ്മയും മരുമകളുമായ 2 സ്ത്രീകളുടെ നിഷ്കളങ്കമായ സ്നേഹം തലമുറകളുടെ ശൃംഖലയുടെ ഭാഗമായി മാറുന്നത് എങ്ങനെ? 1ാമത്തെ പോയിന്റ്, അമ്മായിയമ്മയും മരുമകളുമായ 2 സ്ത്രീകളുടെ നിഷ്കളങ്കമായ സ്നേഹം 2 ജാതികൾ, അതായത് ഇസ്രായേലരും മോവാബരും തമ്മിലുള്ള സ്നേഹബന്ധം, അതുപോലെ ക്രിസ്തു എന്ന രക്ഷകനിലേക്കും വീണ്ടെടുപ്പുകാരനിലേക്കും ഉള്ള തലമുറകളുടെ ശൃംഖലയുടെ ഭാഗമായി മാറി. ക്രിസ്തു എന്ന രക്ഷകനിലേക്കും വീണ്ടെടുപ്പുകാരനിലേക്കുമുള്ള തലമുറകളുടെ ശൃംഖലയുടെ ഭാഗമായി മാറി. 2ാമത്തേത്, 2 ജാതികൾ ഇവർ തമ്മിലുള്ള ഈ 2 സ്ത്രീകൾ തമ്മിലുള്ള നിഷ്കളങ്കമായ സ്നേഹം 2 ജാതികൾ, അതായത് ഇസ്രായേലരും മോവാബരും തമ്മിലുള്ള സ്നേഹബന്ധത്തിനും കാരണമായി മാറി. അപ്പോൾ ഈ അധ്യായത്തിൽ നിന്ന് ഏകദേശം 20 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഭംഗിയായി പഠിപ്പാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും തൊട്ടടുത്ത അധ്യായം എസ്തേറിൻ്റെ പുസ്തകത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതാണല്ലോ. ഉടൻ തന്നെ ഇത് തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ പഠനത്തിന് വിധേയമാക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി